അമീർ ഖാൻ തകർത്ത് അഭിനയിച്ച സിനിമയാണ് ത്രീ ഇഡിയറ്റ്സ്. ത്രീ ഇഡിയറ്റ്സിൽ ഒരു സീനുണ്ട്. അമീർ ഖാൻ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നതാണ്, സച്ചിൻ ടെണ്ടുൽക്കറിനോട് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗായകനാവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എന്താകും, അല്ലെങ്കിൽ ലതാ മങ്കേഷ്കറിനോട് ഒരു ഫാസ്റ്റ് ബൗളർ ആവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ എന്താകും. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ടാലന്റ് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കരിയർ സെലക്ട് ചെയ്യുക. അങ്ങനെ കരിയർ സെലക്ട് ചെയ്യാത്തവർ, തങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാത്തവർ കരിയറിൽ ബുദ്ധിമുട്ടും. അതുപോലെ എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കരിയറാണ് PV അൻവറിൻ്റെത്. PV അൻവർ മലയാള സിനിമയിലേക്ക് വരാത്തത് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് എന്ന് തീർത്തും തന്നെ പറയേണ്ടി വരും. ഒരു മാസ് നായകനെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത്. നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ PV അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോട്ടിച്ചാൽ മതി. അത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗുകളും വീരവാദങ്ങളും. ഷാജൻ സ്കറിയുടെ ചാനൽ പൂട്ടുമെന്നായിരുന്നു ആദ്യമൊക്കെയുള്ള വാദങ്ങൾ. എല്ലാത്തിലും ഒരു മാസ് ചേരുവ നിർബന്ധമാണ്. പൃഥ്വിരാജിന്റെ സിനിമ ഡയലോഗൊക്കെ ചേർത്ത് റീലുകളും. രാഷ്ട്രീയക്കാരൻ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് കൂടുതലും ഒരു മാസ് എൻട്രിയാണ് എപ്പോഴും ഇഷ്ടം. ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് VD സതീശനെതിരെയാണ്. കേരളം മൊത്തം ഇപ്പോൾ അത് ചർച്ചയെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികൾ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശന് 150 കോടി രൂപ കൈക്കൂലി നൽകിയതായിട്ടാണ് ഇപ്പോൾ PV അൻവർ നിയമസഭയിൽ ആരോപിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന സൗകര്യം വളരെ വേഗം ഉയരുമായിരുന്നു. IT മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരവും ഉണ്ടാകുമായിരുന്നു. കേരളം IT മേഖലയിൽ മുന്നേറുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികൾ ഒരുക്കിയ അടിസ്ഥാന സൗകര്യം പാഴാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അവർ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് പണം നൽകിയതെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. ഒന്നും രണ്ടും രൂപയല്ല, 150 കോടി രൂപയാണ് PV അൻവർ ആരോപിക്കുന്നത് VD സതീശന് ലഭിച്ചുവെന്ന്. ബാംഗ്ലൂരിലെ IT കമ്പനികൾ VD സതീശന് നൽകിയത് 150 കോടി രൂപയെന്നാണ് ആരോപണം. അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് ഉത്തരവും നൽകിയിട്ടുണ്ട്. അതിന്റെ മറുപടി ഇങ്ങനെയാണ്. എനിക്കൊരു സമയം ഇവിടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എഴുതി തന്നിട്ട് അവിടെ കേട്ടു. അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ, കേരളത്തിലെ കേരയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പോലെ അവർക്ക് ജോലിക്ക് കിട്ടൂലായിരുന്നു. 25 ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താണ്. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045, 50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ, CPM-ന്റെ പാർട്ടിയുടെ ലീഡറല്ലേ, നിങ്ങളിത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം. ഐ ഫീൽ സിമ്പതി ടു യു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു, മുഖ്യമന്ത്രിയോട്. അങ്ങേ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട്, അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇവിടെ ഒരാൾ വന്ന് ഇതുപോലെ തന്ന കീറി കൊട്ടയിലിടും ഞങ്ങൾ. പക്ഷേ മുൻകൂട്ടി നൽകിയ നോട്ടീസിൽ പറയാതെ സഭയിൽ ഇല്ലാത്ത AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. KC വേണുഗോപാലിന് എതിരായ ആരോപണം സഭാരേഖകളിൽ നിന്നും നീക്കണം. ഇങ്ങനെയായിരുന്നു VD സതീശന്റെ മറുപടി. എന്തായാലും ഇനി ഇത് കേസാകും, അന്വേഷണം വരും നാളുകളിൽ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്നിരുന്നാലും വ്യക്തമല്ലാത്ത ഒരു കാര്യം, PV അൻവർ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ നടൻ മുകേഷ് ഇരിപ്പുണ്ടായിരുന്നു.
അദ്ദേഹം കുടുകുട ചിരിക്കുകയായിരുന്നു. അത് എന്തിനാണെന്നാണ് വ്യക്തമല്ലാത്തത്. വി.ഡി. സതീശൻ പെട്ടുപോകുമോ എന്നുള്ളതോർത്താണോ അതോ PV അൻവറിന്റെ ആരോപണം കേട്ടിട്ടാണോ? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.